പാലക്കാട് രാമനാഥപുരം NSS കരയോഗം വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തൂവൽ സ്പർശം വൃദ്ധജന സംരക്ഷണ സദനത്തിൽ ചിലവഴിച്ചു. ആരാരുമില്ലാത്ത അന്തേവാസികൾക്ക് വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ പുതപ്പ്, തലയണ കവർ, തോർത്ത്, ബക്കറ്റ്, പലവ്യഞ്ജനങ്ങൾ, വെളിച്ചെണ്ണ, ഗോതമ്പ് മാവ്, അവിൽ, റസ്ക്, സേമിയ, ബിസ്ക്കറ്റ്, പഴവർഗ്ഗങ്ങൾ, പേസ്റ്റ്, സോപ്പ്, സോപ്പ് പൊടി, ഫിനോയിൽ, ഹാൻഡ് വാഷ് എന്നിവ കൈമാറി. തുടർന്ന് വനിതാ സമാജം അംഗങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കരയോഗം പ്രസിഡന്റ് K. സന്തോഷ് കുമാർ, സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൽ, വനിതാ സമാജം പ്രസിഡന്റ് ശാലിനി സന്തോഷ്, സെക്രട്ടറി J. അമ്പിളി, ജോയിന്റ് സെക്രട്ടറി TS ഗീത, ട്രഷറർ ശൈലജ ഉല്ലാസ്, ഭാരവാഹികളായ സുഹാസിനി R, ഗീത, ഉണ്ണികൃഷ്ണൻ, B. ബിന്ദു, പ്രിയ പ്രശാന്ത്, മഞ്ജു വിനോദ്, P. ശ്രീദേവി, ഷീല രവീന്ദ്രനാഥ്, മീനാക്ഷിക്കുട്ടി, V. അഭിനവ്, VR ആദിശങ്കർ എന്നിവർ പങ്കെടുത്തു. തൂവൽ സ്പർശം വൃദ്ധജന സംരക്ഷണ സദന മേധാവി ജാഫർ MA നന്ദി പ്രകാശിപ്പിച്ചു. നമ്മൾ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ രാമനാഥപുരം കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ വനിതാ സമാജം വനിതാ ദിനം എല്ലാ വർഷവും നമ്മൾ ആചരിക്കുന്നുണ്ട്. ഒരു ഹാളിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി വല്ല എന്തെങ്കിലും ക്ലാസ്സുകളും ബോധവൽക്കരണമൊക്കെ നടത്തും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത്തവണ വനിതാ ദിനം ആചരിക്കണോ എന്ന് പറഞ്ഞപ്പോൾ ഈ വനിതാ ഭാരവാഹികൾ പറഞ്ഞൊരു ആശയമാണ്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഈ നമ്മളെ വ്യത്യസ്തമാക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പുണ്യവർദ്ധന. അങ്ങനെ കുറച്ച് സമയം മണിക്കൂറുകളെങ്കിലും നമുക്കിവിടെ ചെലവഴിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം. അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഇങ്ങനെ 19 പേരെ പരിപാലിച്ച് കൊണ്ടുപോകുന്ന ഈ സ്ഥാപനത്തിന് തൂവൽ സ്പർശം എന്ന വൃദ്ധ സംരക്ഷണ സ്ഥാപനത്തിന് അതിൻ്റെ ആളുകളെ ജാഫർക്കെയും അവരെയും അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം നമ്മളാകെ ഒരു 1-1.5 മണിക്കൂർ അത് കഴിഞ്ഞ് നമ്മൾ പോകും. പക്ഷേ 8 വർഷത്തോളമായി ഞാൻ സ്വന്തം അപ്പുറത്ത് ഒരു 20 വർഷം പ്രസന്റ് ആലത്തൂർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സാധാരണഗതിയിൽ റിട്ടയർമെൻറ്റ് ലൈഫിൽ മിണ്ടാതിരിക്കാം, മക്കളൊക്കെ സെറ്റിലായി ഞാൻ ചോദിച്ചു. പക്ഷേ അതല്ലാതെ ഇങ്ങനെയുള്ളവരെ പരിപാലിക്കാനും അവരെ സാന്ത്വനിപ്പിക്കാനും വേണ്ടി ഏറ്റെടുത്ത ജാഫർക്കയുടെ മനസ്സിന് 1000 നമസ്കാരങ്ങൾ നേരുന്നതോടൊപ്പം ഇങ്ങനെയുള്ള പുണ്യപ്രവർത്തനങ്ങൾ നടത്തുന്ന ജഗദീശ്വരൻ എപ്പോഴും ഇവരോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് അതുപോലെയുള്ള ഒരു വഴികാട്ടിയാണ്. അതായത് ഒരു പൊതുരംഗത്ത് നിൽക്കുകയാണെങ്കിലും വേറെ ഭാഗത്ത് നിൽക്കുകയാണെങ്കിലും നമ്മുടെ സംഘടനയ്ക്കായിട്ട് നിൽക്കുകയാണെങ്കിലും ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മീറ്റിംഗ് AC ഹാളിൽ കൂടുന്നതല്ല. ഇങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അവരെയൊക്കെ സഹായിക്കാനും കൂടി നമുക്ക് നൽകുന്നൊരു പ്രചോദനമാണ്. എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ വരാനും കുറച്ച് നേരം ചെലവഴിക്കാനും സാധിച്ചതിൽ അതിയായ സന്തോഷവും ഇത് രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ വനിതാ സമാജം സെക്രട്ടറി കൂടിയുണ്ട്, അതുപോലെ തന്നെ കരയോഗം പ്രസിഡന്റുണ്ട്. 2 വാക്ക്